ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊടുവിലെ വിശേഷങ്ങളായിട്ടാട്ടോ വരുന്നത്. അപ്പോൾ പൂള കുഴിച്ചിട്ടിനി തൊടുവിൽ കൂടെ ആകെ. പൂള നമ്മളെ നാട്ടിൽ പറയും പൂള, കപ്പ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാണ് പൂള. അപ്പോൾ അത് മഴയൊക്കെ പെയ്തുങ്ങാണ്ട് ഇങ്ങോട്ട് കേങ്ങൊക്കെ പൂളക്കേങ്ങ് ഇങ്ങോട്ട് പുറത്ത് ചാടിയും ചെയ്തിക്കണ്. ഇത് പിന്നെ ഇങ്ങോട്ട് ചാഞ്ഞിക്കണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റുകയാണ്. നല്ല വലിപ്പം ഉണ്ടാവും ഈ പൂളൻ്റെ കിഴങ്ങ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു മുരട് പറിച്ച് ഇറങ്ങാണ്ട് അതൊക്കെ വെട്ടി മാറ്റുകയാണ്. നമുക്ക് വൈകുന്നേരം പുഴുങ്ങാറുങ്ങാണ്ട് ഇത് വൈകുന്നേരം ഉച്ചക്കാണ് ഈ പറിക്കണത്. ഇത് ഇങ്ങോട്ടേ പെരമ്മക്ക് ഇങ്ങോട്ട് ചാഞ്ഞിക്കണം. പിന്നെ മക്കൾ ഇങ്ങനെ അല്ല നടക്കണതല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെട്ടി ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അല്ലട്ട കിഴങ്ങ് ഉണ്ടാലും നല്ല വലിയ കിഴങ്ങ് ഉണ്ടാലുണ്ട്. ഇത് ശരിക്കും മണ്ണ് നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ചാടിയിട്ടേ മണ്ണ് അവിടെ അതിന്മേൽ നിൽക്കണില്ല, ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്. അങ്ങനെ കിഴങ്ങ് ചെറിയ കിഴങ്ങ് അയക്കണം. എന്നാലും അത്യാവശ്യം നമുക്ക് 2 വട്ടം പുഴുങ്ങാനുണ്ട്. അപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിന്നീന് കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചക്ക് ചോറും കൂട്ടാനൊക്കെ ആയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേണ്ട വിചാരിച്ചങ്ങാണ്ട് പിന്നെ ഈ നേരത്ത് പല വകക്ക് പോയാലൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരം പുഴുങ്ങാറിന് അങ്ങനെ അതൊക്കെ വെട്ടി മാറ്റിയതായാലും അത്യാവശ്യം കുറച്ചൊക്കെ കിഴങ്ങ് ഉണ്ട്. ഇനിയുണ്ട് തൊടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് പുളക്കിഴങ്ങ് പറിക്കാനുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കപ്പ പുഴുങ്ങുക, അതേപോലെ കപ്പ ബിരിയാണി, അതേപോലെ പടുകൂട്ടാൻ, ഇതൊക്കെ ഉണ്ടാക്കുമ്പം ഇത് കഴിക്കാനും ആൾക്കാർ ഇഷ്ടം പോലെ വേണം. നമ്മൾ ഒറ്റക്കായ രസമല്ല, എല്ലാവരും പാടെ കൂടി കഴിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ കൂടും കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ. അപ്പം നല്ല രസമാണ്. ഇപ്പം പിന്നെ കുറച്ചധികമായിട്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടെ 10 മക്കളാണ്. അപ്പം എല്ലാവരും പാടെ കൂടിയാൽ ഭയങ്കര രസമാണ്. അപ്പം ഇൻഷാ അല്ലാ ഇനി ഒന്ന് കൂടണം. അപ്പോൾ കുറേ ആയി എല്ലാവരും ഒന്ന് കൂടിയിട്ട് ഒത്തുകൂടിയിട്ട്. എല്ലാവരും പാടെ ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ രസമാണ്. എല്ലാവരും കഴിക്കാൻ ആളുണ്ടാവുമല്ലോ. നമ്മൾ ഒറ്റക്കാകുമ്പോൾ ഇതൊന്നും രസമല്ല, ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കാൻ അത്രയും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ 2 കിഴങ്ങ് എടുത്ത് കണ്ടാട്ടെ ഈ ഞങ്ങൾക്ക് കപ്പ പുഴുങ്ങണ്. അപ്പോൾ അതൊക്കെ നല്ലോണം തൊലി കളഞ്ഞ് എടുക്കുകയാണ്. അങ്ങനെ നല്ല പൊടിയുള്ള കപ്പയാണ് കേട്ടോ. ഇതുകൊണ്ട് പലവക നമ്മൾ ഈ പടുകൂട്ടാൻ ഉണ്ടാക്കുമല്ലോ, അതുണ്ടാക്കിയാലും അതേപോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലും നമ്മളിവിടെ ഇറച്ചിയും പുളി എന്ന് പറയും കേട്ടോ കപ്പ ബിരിയാണിക്ക്. അതുണ്ടാക്കിയാലൊക്കെ നല്ല രസമാണ്, നല്ല പൊടിയുള്ള പൂളയാകുമ്പോഴേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു വിഷം ഒരു കെമിക്കലൊന്നും ഇല്ലാതെ ഒരു വളം ഇട്ട് കൊടുക്കാതെ മണ്ണിൽ നമ്മളെ തൊടുവിലുണ്ടാക്കി എടുത്തതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസം അതും ഉണ്ടാവും. പിന്നെ നമുക്ക് കേടുമില്ലല്ലോ. അങ്ങനെയൊക്കെ പുറത്തുനിന്ന് തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി അകത്തേക്ക് കൊണ്ടുവന്നിക്കണം കേട്ടോ. ഞാൻ കുക്കറിൽ ഒറ്റ വിസിലടുപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേകുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കുക്കറിൽ ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുക്കണം കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഈ പൂളൻ്റെ മീതെ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം. എൻ്റെ ഈ കുക്കറിൽ തിളച്ച് ചിന്തണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് സ്റ്റീലിൻ്റെ കുക്കറായിട്ടാണ് തിളച്ച് ചിന്തണ പ്രശ്നം എൻ്റെ ഒരു കുക്കറിനും ഇല്ല. അതുകൊണ്ട് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ പൂള അടുപ്പത്ത് വെച്ചിട്ട് വേണം നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണതൊക്കെ. അങ്ങനെ കുക്കറിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് അടച്ചുകൊണ്ട് നമുക്ക് ഗ്യാസുമ്മക്ക് വെക്കാം. അങ്ങനെ ഞാൻ കുറച്ച് കാന്താരി നുള്ളാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടോ. കാന്താരിയും പച്ചമുളകും ഒക്കെ ഉണ്ട് കേട്ടോ തൊടുവിൽ കൂടെ. അപ്പം ഇതൊക്കെ നമ്മളെ നാണിപ്പാക്ക നട്ട് വളർത്തണം കേട്ടോ. എനിക്കിപ്പോൾ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. മൂപ്പരാണ് എല്ലാതും തൊടുവിൽ കൂടെ ഉള്ള ഇങ്ങനെ ഈ കുഴിച്ചിടുന്ന പണിയൊക്കെ എടുക്കൽ. പറിക്കാൻ ഞാൻ മുന്നിലുണ്ടാവും. അങ്ങനെ നമുക്ക് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഈ പച്ചമുളകിന് എരിവ് കമ്മിയാണ്. എന്തായാലും ചമ്മന്തിക്ക് ആവശ്യത്തിന് മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ അകത്തേക്ക് കൊണ്ടുവച്ച് പിന്നെ കുറച്ച് ചീരുള്ളിയും തൊലി കളഞ്ഞ് എടുത്തുക്കണം കേട്ടോ. ചീരുള്ളി ഞാൻ എപ്പോഴും ചീരുള്ളി അറിയും, ചെറിയുള്ളിക്കാണ് ഈ ചീരുള്ളി എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയുള്ളിയും ഞാൻ ആ പറിച്ച് വെച്ച പച്ചമുളകും കല്ലുപ്പും ഒക്കെ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തുങ്ങാണ്ട് എടുത്തു. അപ്പോൾ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടോ. അപ്പോൾ എനിക്കൊരു സംഭവം കൂടി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാണ്ട്. അപ്പോൾ കണ്ടോ ചമ്മന്തി. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ്. ഈ പൂളയിൽ ഇങ്ങനെ മുക്കി തിന്നാൻ നല്ല രസമാണ് കേട്ടോ, പൂളിയും ചമ്മന്തിയൊക്കെ ആയിട്ട്. അപ്പോൾ കാന്താരിയൊക്കെ പറിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ കുക്കർ വിസിലടിച്ചാൽ ഓഫ് ചെയ്തിട്ടിരിക്കണം കേട്ടോ. കുക്കറിൻ്റെ ആവിയൊക്കെ പോട്ടെ. എന്നിട്ട് പൂള നമുക്ക് വാർത്തെടുക്കണം. നല്ല വെള്ളത്തിലാണല്ലോ വേവിച്ചെടുത്തത്. അതിനതൊക്കെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ പൂളൻ്റെ വിസിലൊക്കെ പോയിക്കണം. അപ്പോൾ ഒരു ഓട്ടത്തട്ടക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ സിങ്കിക്ക് തന്നെ ഓട്ടത്തട്ട് വെച്ച് കൊടുത്തേക്കണ്, അതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പൂള നല്ല പാകത്തെ വേവിൽ കിട്ടിക്കണം. നല്ല പൊടിയുള്ള പൂള കേട്ടോ. പൂള അറിയും കപ്പയാണ് കേട്ടോ. കപ്പക്കാണ് ഈ പൂള എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഇനി കാക്കുണ്ട് ഇവിടെ, നാണിപ്പാക്കുണ്ട്. അപ്പോൾ ഞോൽക്കൊക്കെ ചായ കൊടുക്കട്ടെ. മക്കളാരുമില്ല കേട്ടോ, ഞാനും മൂപ്പരും തന്നെ ഉള്ളൂ. മക്കളൊക്കെ വന്നിട്ട് ഞോല് കഴിച്ചോളും. അങ്ങനെ ഒരു വായൻ്റെ ഇലയും വെട്ടിക്കൊണ്ടുവന്ന് അതിക്ക് കപ്പി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ അരച്ച ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തി ഇട്ട് കൊടുത്തു. നല്ല പണ്ടത്തെ നൊസ്റ്റുമാണ് ഇതൊക്കെ. അങ്ങനെ പാലൊക്കെ ഒഴിച്ചുകൊണ്ട് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി
പൂളേക്ക് രസം കട്ടൻ ചായ കേട്ടോ. പിന്നെ ഇവിടെ നാണിപ്പാക്കാക്ക് പാൽ ചായയാണ് ഇഷ്ടം. പിന്നെ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ പാൽ ചായ ഉണ്ടാക്കുക. അപ്പം അങ്ങനെ പാൽ ചായയും കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ ചായ കൊടുക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പം ഇനി ചായ കുടിച്ചിട്ട് പുറത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ആ പണിയും കൂടി എടുക്കട്ടെ. അപ്പോൾ കുറച്ച് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളിയും കുറച്ചധികം ഇഞ്ചിയൊക്കെ നാണിപ്പാക്ക കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഇഞ്ചി വരണ്ടിയപ്പം എന്നോട് പറഞ്ഞു, രാവിലെ തന്നെ ഞാൻ വരണ്ടാന്ന് നിന്ന്. അപ്പോൾ മൂപ്പരിനോട് പറഞ്ഞ് വരണ്ടണ്ട, നമുക്ക് ഇങ്ങനെ കല്ലും വെട്ടുങ്ങാണ്ട് ഒരതിയാൽ മതി പറഞ്ഞു. അപ്പം രാവിലെ തന്നെ വെള്ളത്തിലിട്ടീനി. അപ്പോൾ ഒന്ന് പുതിർന്നപ്പം നല്ലോണം കൈ വെച്ചങ്ങാണ്ട് രണ്ടാളും കൂടി ഒരതി. അപ്പോൾ നല്ലോണം തൊലി പോയിട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയും ചേച്ചും. നമ്മളിങ്ങനെ വരണ്ടാന്ന് നിന്നാൽ കുറേ സമയം പിടിക്കുമല്ലോ. വെളുത്തുള്ളി തൊലിക്കാനും ഇഞ്ചി വരണ്ടാനൊക്കെ നിന്നാൽ ഇത് കുറച്ച് അധികം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ അപ്പം അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണ വീഡിയോസൊക്കെ നമ്മളിത് ചെയ്തിരിക്കണ്. അപ്പം കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്യൂബാക്കി വെച്ചാൽ കറികളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് വെക്കണത്. അങ്ങനെ ഇഞ്ചിയൊക്കെ റെഡി ആയിക്കണ്. അപ്പോൾ കുറച്ചും കൂടി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാണ്ട് എന്നിട്ട് ഇത് ചതച്ച് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.